അക്കാഡമിയ സയൻസ് ട്യൂട്ടറിംഗിലേക്ക് വീണ്ടും സ്വാഗതം. ക്ലാസ് 10 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹൗ ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി വെൻ ദി കറന്റ് ഈസ് പാസിംഗ് ത്രൂ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ആൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ എ സർക്കുലർ കോയിൽ. ഈ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോളിനോയിഡ്. എന്താണ് സോളിനോയിഡ്, അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്, ആൻഡ് വെൻ കറന്റ് പാസസ് ത്രൂ ദി സോളിനോയിഡ്, ഓഫ് കോഴ്സ് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ആൻഡ് ഹൗ ടു ഡിറ്റർമൈൻ ദി പോൾസ് ഓഫ് ദി സോളിനോയിഡ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ സോളിനോയിഡ് എന്താണെന്ന് നോക്കാം. സോളിനോയിഡ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുക്കുക നിങ്ങൾ, അതിനെ നല്ല ടൈറ്റായിട്ട് വൂണ്ട് ചെയ്ത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ നല്ല ടൈറ്റായിട്ട് വൂണ്ട് ചെയ്തെടുക്കുക. ഒരു ഹെലിക്കൽ ഷേപ്പിൽ ഏകദേശം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വൈൻഡ് ചെയ്തെടുക്കുക. ഒരു കോയിലായിട്ട് എന്ത് ചെയ്യുക, ചുറ്റിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ, അതിനെ നല്ല ടൈറ്റായിട്ടൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ വൂണ്ട് ചെയ്ത് അല്ലെങ്കിൽ വൈൻഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ഒരു ഹെലിക്സ് പോലെ ഉണ്ടാവും, സ്പ്രിങ് പോലെ എന്ന് പറയാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു സ്പ്രിങ് പോലെ. അതേപോലെ വൈൻഡ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു സോളിനോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഓഫ് കോഴ്സ് ഈ സോളിനോയിഡ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ മാത്രമേ മാഗ്നറ്റിക് ഇഫക്ട്സ് ഉണ്ടാവുള്ളൂ, അതിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാറ്ററിയിലേക്ക്, ഒരു സോഴ്സിലേക്ക് കണക്ട് ചെയ്യണം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ 2 എൻഡ്സിനെ ഇങ്ങനെ ഒരു ബാറ്ററി വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു സ്വിച്ച് കൂടി കൊടുക്കാം, പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് ഇതിൽ കൂടി, ഈ സോളിനോയിഡിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, കറണ്ട് എപ്പോഴും ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക, ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനലാണ് കറണ്ട് ഫ്ലോ. അപ്പം പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ എങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ ഉണ്ടാവുക, അതാ ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ ചുറ്റി വന്ന് വൈൻഡ് ചെയ്ത് ഉണ്ടാവും. ഈ വൈൻഡിങ്സിൽ കൂടി ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അങ്ങനെ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ഫോം ചെയ്യും. വൈൻഡിങ്സ് നമ്മുടെ നേരെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഞാൻ ബോൾഡ് ചെയ്ത് വരച്ചിരിക്കുന്നത്. ആൻഡ് ദി ഡോട്ടഡ് ലൈൻസ് എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. ഓക്കെ, അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ലൂപ്പും എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു സർക്കുലർ കോയിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരൊറ്റ ലൂപ്പ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ്, ഒരു സർക്കുലർ കോയിൽ പോലെ കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം സർക്കുലർ കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഈ ഒരു കേസിലാണെങ്കിൽ ഇതുപോലെയാണ് ഈ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ഉള്ളത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു സർക്കുലർ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി പോയിന്റഡ് ഇൻവേർഡ്സ്. ഓക്കെ, അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിന് ഉള്ളിലേക്കുള്ളത് പോലെയാണ് ഉണ്ടാവുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻവേർഡ്സ് ആയിരിക്കും.
അപ്പം നമുക്ക് ഇതിനെ ഒരു സിംഗിൾ, ഓരോ കോയിലിനെ നമുക്കൊരു സിംഗിൾ കോയിലായിട്ട് കൺസിഡർ ചെയ്യാണ്, ഈസി ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, യു ആർ ലുക്കിംഗ് ഫ്രം ഹിയർ, നിങ്ങളുടെ കണ്ണാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കൂ, ഇതൊരു സിംഗിൾ കോയിലായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ക്ലോക്ക് വൈസ് ആണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഉള്ളിലേക്കായിരിക്കും, ഈ കോയിലിൻ്റെ ഉള്ളിലേക്കായിരിക്കും. അങ്ങനെ ഓരോ കോയിൽ എടുത്തു കഴിഞ്ഞാലും അതിൽ ഇങ്ങനെ ഉള്ളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പം ടോട്ടലി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി. എപ്പോൾ? when the current is flowing in the clockwise direction. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ പൊളാരിറ്റി കൂടി പറഞ്ഞു തരാം. അപ്പം ഇതൊരു മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുന്ന ഭാഗം, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കുന്ന ഭാഗം ഇതാണ് സൗത്ത് പോൾ, ആൻഡ് ദ അതർ എൻഡ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ദി നോർത്ത് പോൾ. അതെപ്പോഴും ശ്രദ്ധിക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ then this end is the south pole and the opposite end is the north pole. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിന്റെ റിവേഴ്സ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതായത് കറണ്ടിനെ റിവേഴ്സ് ചെയ്യിക്കുന്നു. അപ്പോൾ സോളിനോയിഡിൽ കൂടിയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ വിൽ ബി ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത് നമുക്കൊന്ന് നോക്കാം. കറണ്ടിനെ റിവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക? നമ്മൾ സെല്ലിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് മാറി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ആ എൻഡിൽ നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്തു, പോസിറ്റീവ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക, ഇതിലെ ഇങ്ങനെ പോയിട്ട് ഇതാ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെ വന്ന് ഇതിലെ ചുറ്റി വീണ്ടും ഇങ്ങനെ ചുറ്റി ഓക്കെ. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കൂ, കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതിനെ ഒരു സിംഗിൾ കോയിലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇവിടെ നിന്നാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇതൊരു സർക്കുലർ കോയിലാണെങ്കിൽ ഇങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു, വെൻ ദി കറണ്ട് ഇസ് പാസിംഗ് ത്രൂ ദി സർക്കുലർ കോയിൽ ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, the magnetic field lines will be seen as emerging towards us. അപ്പോൾ കോയിലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നേരെ വരുന്നത് പോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ പുറത്തേക്ക് വരുന്നത് പോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരെ വരുന്നത് പോലെ ഉണ്ടാവും. നമ്മുടെ നേരെ വരുന്നത് പോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ ഓരോ കോയിലും എടുക്കുമ്പോൾ ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് ഇവിടേക്ക് വരുന്നത് പോലെയാണ് ഉണ്ടാവുക, ഹിയർ ടു ഹിയർ ഇൻസൈഡ് ദി സോളിനോയിഡ്. ഈ കേസിൽ എവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് നേരെയാണ് വരുന്നതെങ്കിൽ then this point is represented as north pole and this is represented as south pole. Okay, clockwise directionലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻവേർട്സ് ആയിരിക്കും. അപ്പം എവിടെ നിന്നാണോ ഫീൽഡ് ലൈൻസ് പോകുന്നത് ആ ഭാഗമാണ് സൗത്ത് പോൾ. എവിടേക്കാണോ എമേർജ് ചെയ്യുന്നത്, എമേർജ് ചെയ്ത് വരുന്ന ഭാഗമാണ് എന്ത്? നോർത്ത് പോൾ. ഇനി നമ്മൾ സോളിനോയിഡിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അതിൻ്റെ പൊളാരിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഏതൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് സെയിം ആയിരിക്കും. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ എങ്ങനെ കൂട്ടാം? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കാൻ 4 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, കറണ്ട് ഇൻറ്റൻസിറ്റി കൂട്ടുക. കറണ്ട് ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കറണ്ടിൻ്റെ നമ്മൾ പാസ് ചെയ്യിക്കുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യിക്കാം. അപ്പോൾ
അതുവഴിയും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് അയണിന്റെ ഒരു ബാർ, അത് നമ്മൾ ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു സോളിനോയിഡിന്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പം ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാരലൽ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കുന്ന സമയത്ത് സോളിനോയിഡിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു സോഫ്റ്റ് അയണിന്റെ ബാറിനെ അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ ടെമ്പററി മാഗ്നറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ് അയണിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് അയണിനെ സോളിനോയിഡിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യിച്ചിട്ട് അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് എ മാഗ്നറ്റ്. ആ സോഫ്റ്റ് അയൺ ഇറ്റ് ആക്ട്സ് ആസ് എ മാഗ്നറ്റ്. അപ്പോൾ സോഫ്റ്റ് അയൺ ഇൻസേർട്ട് ചെയ്യുന്നത് വഴി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് അയൺ കോറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യിച്ചാൽ ഇതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കാം. ഇനി നമ്മൾ സോഫ്റ്റ് അയൺ കോർ വെക്കുമ്പോൾ അതിനാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റും നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമ്മുടെ നോർമൽ ബാർ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ ഇറ്റ് ഇസ് എ ടെമ്പററി മാഗ്നറ്റ്. അതായത് അവിടെ മാഗ്നറ്റിസം ടെമ്പററി ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കുന്ന സമയത്ത് മാത്രമേ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു സമയത്ത് മാത്രമേ അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അതേസമയം നമ്മൾ കറണ്ട് ഓഫ് ചെയ്ത് കളയാണെങ്കിൽ, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് വോണ്ട് ആക്ട് ആസ് എ മാഗ്നറ്റ്. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് ഇസ് എ പെർമനന്റ് മാഗ്നറ്റ്. അതിനെപ്പോഴും അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. പെർമനന്റ് ആണ് അതിന്റെ മാഗ്നറ്റിസം. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ഡിഫറൻസ്, ഇലക്ട്രോ മാഗ്നറ്റിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാനുള്ള മെത്തേഡ്സ് ഉണ്ട്. കറണ്ട് ഫ്ലോ കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ മെത്തേഡ്സ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഏത് കേസിൽ, ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ. വേറെ ബാർ മാഗ്നറ്റിന്റെ കേസിൽ അവിടെ വളരെ വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് സെക്കൻഡ് ഡിഫറൻസ്. ആൻഡ് ദി തേർഡ് ഡിഫറൻസ് ഇസ് സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കറന്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്, സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, സോഫ്റ്റ് അയണിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, നമ്മുടെ ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. ഏത് കേസിൽ, ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ബാർ മാഗ്നറ്റ് നമുക്കങ്ങനെ ഫീൽഡ് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ഫോർത്ത് ഡിഫറൻസ് എന്താണ്, പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ്ഡ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, കറന്റിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റി ഓൾസോ ചേഞ്ചസ്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത്, അല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നപ്പോൾ നമ്മൾ നോക്കുന്ന ഭാഗം സൗത്ത് പോൾ ആയിരുന്നെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്ന സമയത്ത് എന്താണ്, നമ്മൾ നോക്കുന്ന ഭാഗം നോർത്ത് പോൾ ആയിരുന്നു. അപ്പം പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റും ബൈ റിവേഴ്സിങ് ദി ഡയറക്ഷൻ ഓഫ് ദി കറന്റ്. പക്ഷേ ബാർ മാഗ്നറ്റിന് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബാർ മാഗ്നറ്റിന് എപ്പോഴും സൗത്ത് പോൾ ആൻഡ് ദി അതർ എൻഡ് ഇസ് ഓൾവേസ് നോർത്ത് പോൾ. അത് നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കണ്ടു വാട്ട് ഇസ് സോളിനോയിഡ് എന്ന് കണ്ടു. എന്തായിരുന്നു, ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൂണ്ട് ഇൻ ദി ഷേപ്പ് ഓഫ് എ ഹെലിക്സ്, അതാണ് എന്ത്, സോളിനോയിഡ്.
അതിൻ്റെ പെക്യുലാരിറ്റീസ് കണ്ടു, പൊളാരിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കണ്ടു, ആൻഡ് ഇലക്ട്രോമാഗ്നറ്റ്, ഹൗ ഇസ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഫോംഡ് ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോമാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിലിടാം. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ഞാൻ വീണ്ടും എടുത്തു തരണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.